നമസ്കാരം. നിയമസഭയിലേക്കുള്ള അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ചാത്തന്നൂർ മണ്ഡലം. ത്രികോണ പോരാണ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും ത്രികോണപ്പോരിൽ നിന്ന് ഒരു പടി കയറി ഒരു നേരിട്ടുള്ളൊരു മത്സരം തന്നെയാണ് LDFും NDAയും തമ്മിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. UDFിന് വളരെ ശക്തമായ സ്വാധീനമൊക്കെയുള്ള മണ്ഡലം തന്നെയാണ് ചാത്തന്നൂർ മണ്ഡലം. 1991-ലും 2001-ലും മണ്ഡലത്തിൽ അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. 1991-ൽ CV പത്മരാജനിലൂടെയും 2001-ൽ പ്രതാപവർമ്മ തമ്പാനിലൂടെയും UDFിന് മണ്ഡലം പിടിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ചരിത്രത്തിൽ പിന്നീട് ഒരിക്കലും UDFിന് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 2016-ൽ തുടങ്ങി 2016-ലും 2021-ലും BJP അവിടെ ശക്തമായൊരു സാന്നിധ്യം തന്നെയായിരുന്നു. രണ്ടാമതെത്തുവാനായിട്ട് BJPക്ക് അവിടെ കഴിഞ്ഞു. BB ഗോപകുമാറിലൂടെ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായ പോരാട്ടം തന്നെയാണ് ഇക്കുറിയും BJP അവിടെ നടത്തുന്നത്. 2001-ൽ രണ്ടാം സ്ഥാനത്ത് വന്നു. ഇക്കുറി ഒന്നാം സ്ഥാനത്ത് വരും എന്ന തന്നെ തരത്തിലാണ് ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 5% ഒരു വിജയം, 5% വോട്ടിൻ്റെ അധിക വോട്ട് നേടിക്കൊണ്ട് BB ഗോപകുമാർ അവിടെ വിജയിക്കുമെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. തത്വമയി ന്യൂസിൻ്റെ പ്രതിനിധികൾ അവിടെ വോട്ടർമാരോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും മണ്ഡലം ഇക്കുറി NDAയിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എല്ലാം തന്നെ. LDF അവിടെ വിജയിക്കുമെന്നാണ് പലരും പറയുന്നത്. എങ്കിലും അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് അഭിപ്രായ സർവേകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഒരു ടൈറ്റായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. 38.2% മുതൽ ഏകദേശം 40% വരെ വോട്ടാണ് അവിടെ NDAയ്ക്ക് ലഭിക്കുമെന്ന് കണക്ക് കൂട്ടുന്നത്. ഏകദേശം അടുത്ത് തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് R രാജേന്ദ്രനുണ്ട്. കഴിഞ്ഞ 5 വർഷം അവിടെ BB ഗോപകുമാർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ കൂടി മികവിലാണ് ഇക്കുറി അവിടെ NDAയ്ക്ക് വിജയം നേടുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടെ NSSനും SNDPക്കും കാര്യമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. 1,00,000-ലധികം വോട്ടുകൾ, ഈഴവ വോട്ടും നായർ വോട്ടുകളുമായിട്ട് അവിടെ ചാത്തന്നൂർ മണ്ഡലത്തിലുണ്ട്. 34,000-ഓളം വോട്ടുകളാണ് അവിടെ മുസ്ലിം വോട്ടുകളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ വളരെ ശക്തമായൊരു ത്രികോണപ്പോര് നടക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് അവിടെ NDAയ്ക്ക് വിജയിക്കുവാൻ കഴിയും എന്ന തരത്തിൽ ആണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ആൻറ്റി ഇൻകുമൻസി ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ട്. പൊതുവിൽ മണ്ഡലത്തിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തിനെതിരെയും 3 തവണ വളരെ നല്ല രീതിയിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് GS ജയപാൽ. ജയപാലിൻ്റെ ഒരു അസാന്നിധ്യവും മണ്ഡലത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിഭാഗീയത അവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും മണ്ഡലത്തിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ ചികഞ്ഞു പോകുമ്പോൾ മണ്ഡലത്തിനകത്ത് തന്നെ ഒരു ആൻറ്റി ഇൻകുമൻസി ഫാക്ടർ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമായിട്ടും പള്ളിക്കമണ്ണടി പാലം കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായിട്ട് പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്. പള്ളിക്കമണ്ണടി പാലത്തിൻ്റെ ഒരു പ്രശ്നം വലിയ സജീവ ചർച്ചയായിരുന്നു മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ പുനലൂരിലെ ESI ആശുപത്രിയുടെ കാര്യത്തിലായാലും മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലായാലും ജനങ്ങൾ അസംതൃപ്തരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ രീതിയിൽ ഒരു മണ്ഡലത്തിൽ ആൻറ്റി ഇൻകുമൻസി ഫാക്ടർ നിലനിൽക്കുമ്പോൾ സംസ്ഥാന ഭരണകൂടത്തിന് നേരെയും ജനങ്ങൾക്ക് നല്ല ഒരു അതൃപ്തി തന്നെയുണ്ട്. അവർ തൃപ്തരല്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിൻ്റെ ഒരു കാര്യം പരിഗണിച്ചാൽ കൂടുതൽ മേൽക്കൈ LDFിന് തന്നെയാണ്. ചിറക്കര മാത്രമാണ് NDAയ്ക്കൊപ്പം നിന്നത്. ബാക്കി പരവൂർ മുനിസിപ്പാലിറ്റിയും ആദിച്ചനല്ലൂരും ചാത്തന്നൂരും കല്ലുവാതുക്കലും പൂതക്കുളവും LDFിനും പൂയപ്പള്ളി UDFിനുമാണ്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മറിയുന്ന ഒരു ചിത്രം തന്നെയാണ് നമുക്കിപ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ തവണ GS ജയപാൽ വളരെ നല്ല ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ തന്നെയാണ് അവിടെ നിന്ന് വിജയിച്ചതെങ്കിൽ ഇക്കുറി ചിത്രം മറിയുന്നു. കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. കാര്യമായ രീതിയിൽ LDFിൻ്റെ വിജയത്തിന് ഒരു തടയിടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ സ്ഥാനാർത്ഥി മാറിയതും NDAയെ സംബന്ധിച്ചിടത്തോളം BB ഗോപകുമാറിൻ്റെ പ്രവർത്തനങ്ങളും
വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ 5%, ഏകദേശം 5%-ൻ്റെ ഒരു മെജോറിറ്റിയിൽ അവിടെ ഇന്ത്യക്ക് വിജയിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് സർവേയിൽ നിന്ന് വിലയിരുത്തുവാനായിട്ട് കഴിയുന്നതിന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വോട്ടർമാരുമായിട്ട് തത്വമയുടെ പ്രതിനിധികൾ ഇനിയും ഏറെ സംസാരിക്കും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ, കൂടുതൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇലക്ഷൻ്റെ വിജയം ഏകദേശം എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ വ്യക്തമായ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്തവണ നടത്തിയ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ, നമ്മൾ ലഭിച്ച സാമ്പിളുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ശക്തമായൊരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. ആ ശക്തമായ പോരാട്ടത്തിൽ 5% വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ ഇന്ത്യക്ക് അവിടെ വിജയിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇക്കുറി സൂരജ് രവിയാണ് അവിടെ UDF വേണ്ടി നിൽക്കുന്നത്. സൂരജ് രവി ശക്തമായൊരു പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ പീതാംബരക്കുറുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനേക്കാൾ, അല്ലെങ്കിൽ ശൂരനാട് രാജശേഖരൻ കൊടുത്ത ഒരു മത്സരത്തിനേക്കാൾ ഒരു മികവേറിയ മത്സരം തന്നെയാണ് UDFും അവിടെ മണ്ഡലത്തിൽ നടത്തുമെന്ന് പറയുന്നത്. പക്ഷേ UDFിൻ്റെ ഒരു വോട്ട് വിഹിതം പ്രധാനമായിട്ടും വളരെ ചെറിയ രീതിയിലൊരു മാറ്റം വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതിൽ ആ വോട്ട് വിഹിതത്തിൻ്റെ ഒരു വർധനവ് LDFിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു വോട്ടായിരിക്കും. LDFിൽ നിന്നായിരിക്കും ആ വോട്ടിന് ചോർച്ചയുണ്ടാകുന്നതാണ് വിലയിരുത്തൽ വരുന്നത്. LDFിൻ്റെ ഒരു വോട്ടിന് കാര്യമായ രീതിയിലൊരു മങ്ങൽ BB ഗോപകുമാറിൻ്റെ സാന്നിധ്യം കൊണ്ടും ഉണ്ടാകുന്നതോടുകൂടി എന്തായാലും ഇക്കുറി അവിടെ NDA തന്നെ വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വ്യക്തമാകും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.